ശിവഗിരിയുടെ സന്ദേശം കേരളത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലെത്തിച്ചു, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തിച്ചു, ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിലെത്തിച്ചു. ഇക്കാര്യങ്ങളിൽ ഞാനൊരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. മറ്റൊരാൾ മാധവാൻ സ്വാമികൾ. ഗുരുദേവൻ്റെ റിക്ഷ വലിച്ചിരുന്നത് മാധവാനന്ദ സ്വാമികളാണ്. ഇത്രയും ആളുകളുടെ പേരുകൾ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഓർമ്മയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഒരു ആത്മബന്ധം വലുത്. അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ മഹാത്മാക്കളാണ്. ക്ലാസ്സിൽ പോയി വേദാന്ത ശാസ്ത്രങ്ങൾ പഠിക്കാൻ സമയം വളരെ കുറച്ചേ ലഭിച്ചിട്ടുണ്ട്. ഭക്ഷണമൊക്കെ അന്ന് ശിവഗിരിയിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. ഭക്ഷണം ചിലപ്പോൾ തികയാതെ വരും. അറിയിക്കില്ല. ഇല്ല, എത്രയോ ദിവസങ്ങൾ അങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. മാത്രമല്ല 3 നേരവും ഭക്ഷണം ഇപ്പോൾ ശിവഗിരിയിൽ നിന്ന് വരുന്നവർക്കെല്ലാം കൊടുക്കുകയാണ്. ആ രൂപത്തിലേക്ക് ശിവഗിരിക്ക് മാറ്റമുണ്ടായി. അപ്പോൾ അതിൽ ഒരു 10,500-ലേറെ പ്രസംഗങ്ങൾ ഇതുവരെ ഞാൻ നടത്തി കഴിഞ്ഞു. ഒരു വർഷം മുഴുവൻ പ്രസംഗിച്ചാൽ 350 പ്രസംഗമാകും. 10 വർഷം മുടങ്ങാതെ പ്രസംഗിച്ചാൽ 3500 പ്രസംഗമാകും. ഇതെങ്ങനെ ഇത് ഇപ്പോൾ ഒരു 50 വർഷത്തെ ചരിത്രമുണ്ട് അങ്ങേക്ക് പറയാൻ. വന്ന സമയത്തുള്ള ശിവഗിരി എങ്ങനെയായിരുന്നു? ഞാൻ ശിവഗിരി വന്നപ്പോൾ എനിക്ക് അത്യധികമായ ആനന്ദ അനുഭൂതിയിൽ മുഴുകാനുള്ള സന്ദർഭമാണ് ഉണ്ടായത്. കാരണം ഗുരുദേവനെ നേരിട്ട് ശിഷ്യന്മാരായ സന്യാസിമാർ പലരും ഇവിടെ ഉണ്ടായിരുന്നു അന്ന്. അവരെ കാണുന്നതും സംസാരിക്കുന്നതും എന്നെ സംബന്ധിച്ച് വലിയ ആനന്ദമായിരുന്നു. അങ്ങേക്ക് ഓർത്തെടുക്കാൻ പറ്റുമെങ്കിൽ ആ പേരുകളും കൂടെ ഒന്ന്. അതിൽ ഒരാൾ പൂർണ്ണാനന്ദ സ്വാമി. ഗുരുദേവൻ ഗുരുദാസ് എന്നാണ് അദ്ദേഹത്തെ വിളിച്ചിരുന്നത്. ഗുരുദേവന് വേണ്ടി പാദശുശ്രൂഷ ചെയ്യുകയും ഭിക്ഷ എടുക്കുകയും ഗുരുസേവ ചെയ്ത് ജീവിക്കുകയും ചെയ്ത വലിയൊരു പുണ്യാത്മാവാണ് ഈ പൂർണ്ണാനന്ദ സ്വാമി. മറ്റൊരാൾ മാധവാൻ സ്വാമികൾ. ഗുരുദേവൻ്റെ റിക്ഷ വലിച്ചിരുന്നത് മാധവാനന്ദ സ്വാമികളാണ്. ധർമ്മസംഘത്തിൻ്റെ പ്രസിഡൻ്റായിരുന്ന നേരത്തെ പറഞ്ഞ ബ്രഹ്മാനന്ദ സ്വാമികൾ ഗുരുദേവനോടൊപ്പം 2-3 ദിവസം താമസിക്കുകയും ഗുരുദേവൻ്റെ ഉപദേശങ്ങളൊക്കെ നേരിട്ട് ശ്രവിക്കുകയും ചെയ്ത മഹാനുഭാവനാണ്. അന്നിവിടെ സംരക്ഷണാചാര്യനായിരുന്ന നിജാനന്ദ സ്വാമികൾ ഗുരുദേവനെ കാണുകയും അനുഗ്രഹം വാങ്ങുകയും ഒക്കെ ചെയ്ത ആളാണ്. പിന്നീട് ഗുരുദേവൻ്റെ അവസാന ശിഷ്യനായ സ്വാമി ആനന്ദ തീർത്ഥൻ ഫസ്റ്റ് റാങ്കോടുകൂടി MA പാസ്സായ സാരസ്വത ബ്രാഹ്മണനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവുകയും അദ്ദേഹത്തിൻ്റെ കൂടെ കുറേ സഞ്ചരിക്കുകയും കൂടുതൽ കാര്യങ്ങൾ എനിക്ക് മനസ്സിലാക്കാനുള്ള സന്ദർഭം ലഭിക്കുകയും ചെയ്തു. ഇതും കൂടാതെ ഗൃഹസ്ഥ ശിഷ്യന്മാരായ ഒരു ഭാർഗവൻ വൈദ്യരുണ്ടായിരുന്നു. 18 വർഷക്കാലം ഗുരുദേവനോടൊപ്പം ജീവിച്ച മഹാനാണ് ഭാർഗവൻ വൈദ്യർ. അദ്ദേഹം കൊച്ചുകുട്ടിയായപ്പോൾ ശിവഗിരി വന്നതാണ്. ആ ഭാർഗവൻ വൈദ്യരും പിന്നെ ഒരു ദിവാകരൻ സാറ്, പിന്നെ ഒരു ശാസ്ത്രി വൈദ്യന്, ശ്രീ CR കേശവൻ വൈദ്യന്, ശ്രീ PR ശാസ്ത്രികൾ എന്നിങ്ങനെ നിരവധി മഹാത്മാക്കളെ ഗുരുദേവനോടൊപ്പം ജീവിച്ചവരോടൊപ്പം കാണാനും അവരുടെ വാണികളൊക്കെ ഗുരുദേവനെക്കുറിച്ചുള്ളത് കേൾക്കാനും പഠിക്കാനും ഒക്കെ എനിക്ക് സന്ദർഭമുണ്ടായി. ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യനും ജീവചരിത്രകാരനുമായിരുന്ന ഒരു കോട്ടുകോയ്ക്ക് വേലായുധൻ മാസ്റ്റർ എൻ്റെ പഠനത്തിലുമൊക്കെ എന്നെ വളരെ പ്രോത്സാഹിപ്പിച്ച ഒരു വ്യക്തിയുമായിരുന്നു. അപ്പോൾ ഇവിടെ ബ്രഹ്മവിദ്യാലയത്തിൽ 7 വർഷ കോഴ്സാണ്. സംസ്കൃതമാണ് മീഡിയം. ഉപനിഷത്തും ഭഗവത്ഗീതയും വേദാന്ത ശാസ്ത്രമൊക്കെ പഠിക്കണം. ഗുരുദേവൻ്റെ കൃതികളാണ് അടിസ്ഥാനപരമായിട്ട്. അത് പഠിപ്പിച്ചുകൊണ്ടിരുന്നത് MH ശാസ്ത്രികളാണ്. കേരളമെന്നല്ല ഇന്ത്യ തന്നെ കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാരെന്ന് ചോദിച്ചാൽ എനിക്കിന്നും ഉത്തരം പറയാൻ സാധിക്കുന്നത് MH ശാസ്ത്രികളാണെന്നാണ്. പക്ഷേ അദ്ദേഹത്തിന്
ഒരു പിതാവിന് മക്കളോടുള്ളതുപോലെയുള്ള സ്നേഹം ഞങ്ങളോടൊപ്പം എല്ലാവരോടും ഉണ്ടായിരുന്നു. ആ സാറിൻ്റെ കീഴിലാണ് ഞങ്ങൾ പഠിച്ചത്. ഇത്രയും ആളുകളുടെ പേരുകൾ ഇപ്പോഴും ഇത്രയും വർഷം കഴിഞ്ഞിട്ടും ഓർമ്മയിൽ നിൽക്കുന്നു. അപ്പോൾ അങ്ങയുടെ ഒരു ആത്മബന്ധം വലുത്. അവരൊക്കെ എൻ്റെ ജീവിതത്തിൽ അത്രയേറെ സ്വാധീനം ചെലുത്തിയ മഹാത്മാക്കളാണ്. ഇതുകൂടാതെ ഗുരുദേവൻ്റെ പ്രിയ സതീർത്ഥ്യനായിരുന്ന ഒരു വെളുത്തേരി കേശവനാശാൻ, അദ്ദേഹത്തിൻ്റെ സഹോദരിയുടെ മകനായിട്ടുള്ള ഒരു കുഞ്ഞുകൃഷ്ണ സാറ്, അദ്ദേഹമാണ് ഞങ്ങളെ ക്ലാസ്സിൽ വേദാന്തമൊക്കെ പഠിപ്പിച്ചിരുന്നത് മറ്റൊരു വ്യക്തി. അങ്ങനെ ഈ മഹത്തുക്കളുമായിട്ടൊക്കെയുള്ള ജീവിതത്തിലൂടെ നമ്മുടെ ലക്ഷ്യത്തെക്കുറിച്ച് യഥാർത്ഥമായി ചിന്തിക്കാനും മനസ്സിലാക്കാനും സന്ദർഭമുണ്ടായി. പിന്നീട് 79 മുതൽ ഞാൻ ശ്രീനാരായണ സന്ദേശ പ്രചരണാർത്ഥം സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങി. അന്ന് ശിവഗിരിയിലെ ശാരദാ പ്രതിഷ്ഠയുടെ വാർഷികത്തിൻ്റെ ഭാഗമായി ധർമ്മമീമാംസാ പരിഷത്തുണ്ട്. ആ ധർമ്മമീമാംസാ പരിഷത്തിൽ പ്രസംഗ മത്സരമുണ്ട്, വിദ്യാർത്ഥികളുടെ പ്രസംഗ മത്സരം. ആ മത്സരത്തിലൊക്കെ 1ാം സമ്മാനം 3 പ്രാവശ്യം എനിക്ക് കിട്ടി. അപ്പോൾ അടുത്ത പ്രാവശ്യം മത്സരം വന്നപ്പോൾ ഞാൻ മത്സരിക്കാതെ മാറി നിന്നു. ഇപ്പോൾ കോട്ടുകോയ്ക്ക് വേലായുധൻ മാസ്റ്ററാണ് സമ്മാനം കൊടുക്കുന്നത്, ഗുരുദേവൻ്റെ ഗൃഹസ്ഥ ശിഷ്യൻ. അപ്പോൾ അദ്ദേഹം വന്നപ്പോൾ പറഞ്ഞു, മാഷേ ഞാൻ ഈ പ്രാവശ്യം ഞാൻ മത്സരിക്കുന്നില്ല, മാറി നിൽക്കുക. അതെന്താ? ഞാൻ പറഞ്ഞു, കഴിഞ്ഞ 3 പ്രാവശ്യം എനിക്കാണ് കിട്ടിയത്, ഈ പ്രാവശ്യം തൊട്ട് ഇനി മറ്റുള്ളവർക്ക് ലഭിക്കട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞത്, എടോ, അദ്ദേഹത്തിന് കൈ നിറച്ച് ഗ്രന്ഥങ്ങളും മറ്റ് പ്രോത്സാഹന സമ്മാനങ്ങളും ഇരിക്കുകയാണ്. ഇതെല്ലാം ഞാൻ വാങ്ങിക്കൊണ്ട് വന്നത് നിങ്ങളെ കണ്ടുകൊണ്ടാണ്. തീർച്ചയായും. അപ്പം അത്രയേറെ സ്നേഹവും വാത്സല്യവും അദ്ദേഹം എന്നിൽ ചൊരിഞ്ഞിരുന്നു. 4 മണിക്ക് ശിവഗിരിയിൽ ഉണരും. കുളി കഴിഞ്ഞാൽ ജപവും ധ്യാനവും, തുടർന്ന് പർണശാലയിൽ ഹോമമാണ്. ഹോമം കഴിഞ്ഞ് ശാരദാമഠത്തിലും മഹാസമാധി സന്നിധാനത്തിലും പൂജ. പിന്നീട് സ്വാധ്യായത്തിൽ ഉപനിഷത്ത്, ഭഗവത്ഗീത, ഗുരുദേവ കൃതികൾ, ബൈബിള്, ഖുറാൻ, ഇതൊക്കെ പാരായണമുണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ മെഡിറ്റേഷനാണ്. അതും കഴിഞ്ഞ് പിന്നീട് ഭക്ഷണം. അത് കഴിഞ്ഞ് ക്ലാസ് ആരംഭിക്കുന്നു. അപ്പം ഞാൻ ഈ കാലത്ത് ഈ മഹാസമാധി മന്ദിരത്തിലെ അർച്ചകനായി മാറി. അർച്ചകനാകാനുണ്ടായൊരു സാഹചര്യം, ഗുരുദേവനെക്കുറിച്ച് 108 മന്ത്രങ്ങളുണ്ട്. ആ മന്ത്രങ്ങൾ ചൊല്ലിയാണ് അർച്ചന നടത്തേണ്ടത്. അന്നുണ്ടായിരുന്നൊരു വിദ്യാർത്ഥി സത്യദാസ്, അദ്ദേഹം ഇന്നിപ്പോൾ അനപേക്ഷാനന്ദ സ്വാമിയാണ്. ആ സത്യദാസ് ഞാനുമായിട്ട് ഒരു മത്സരം. ഞാൻ പറഞ്ഞു, ഒരു ദിവസം കൊണ്ട് ഗുരുദേവനെക്കുറിച്ചുള്ള ഈ 108 മന്ത്രവും ഞാൻ കാണാതെ പഠിച്ച് ചൊല്ലാം. ഒറ്റ ദിവസം കൊണ്ട്. അതെങ്ങനെ സാധിക്കുമെന്നായി. ഞാൻ പറഞ്ഞു, വൈകുന്നേരം 5 മണിക്കാണ്. നാളെ വൈകുന്നേരം 5 മണിക്ക് ഞാനിത് ചൊല്ലിയിരിക്കും. ഒറ്റ ദിവസം കൊണ്ട് ഞാൻ ഈ 108 മന്ത്രങ്ങളും ചൊല്ലി അദ്ദേഹത്തെ കേൾപ്പിച്ച് സമ്മാനം വാങ്ങി. ആ സമ്മാനം ഇപ്പോഴും എൻ്റെ കയ്യിലിരിപ്പുണ്ട്. അതോടുകൂടി ഞാൻ മഹാസമാധി മന്ദിരത്തിലെ അർച്ചകനായി മാറി. അവിടെ പൂജ നടത്തിയിരുന്നത് ഒരു ചേർത്തല സ്വാമിയാണ്. അദ്ദേഹം വൃദ്ധനാണ്. അദ്ദേഹം ആഹാരമൊക്കെ കഴിച്ചു വരുമ്പോഴത്തേനും സമയം വളരെ വൈകും. ആ സമയം അത്രയും ഞാൻ സമാധിയിൽ നിന്ന് പൂജ നടത്തും. ക്ലാസ്സിൽ പോയി വേദാന്ത ശാസ്ത്രങ്ങൾ പഠിക്കാൻ സമയം വളരെ കുറച്ചേ ലഭിച്ചിട്ടുള്ളൂ. ഞാനൊരു ഏകലവ്യനെ പോലെ മഹാസമാധിയിൽ ഗുരുദേവനെ നോക്കി നമസ്കരിച്ചിട്ട് ഒരു പദ്യവുമായി പ്രദക്ഷിണം ചെയ്തു വരും. പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ആ പദ്യം പഠിച്ചിരിക്കണമെന്നാണ്. അതല്ലെങ്കിൽ പഠിച്ച് തീരുന്നത് വരെ പ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കും. അങ്ങനെയാണ് ഗുരുദേവ കൃതികളും ഗുരുദേവനെ സംബന്ധിച്ച അപൂർവ പദ്യങ്ങളൊക്കെ പഠിച്ചത്. അന്ന് പഠിച്ചതെല്ലാം ഇന്നെനിക്ക് സാധനാ പാഠങ്ങളായി. ഞാൻ ചെയ്യുന്ന പ്രഭാഷണങ്ങളിലും ചർച്ചയിലും എല്ലാം കടന്നു വരുന്നത് ആ പദ്യങ്ങളാണ്. തീർച്ചയായും ഗുരുദേവൻ എന്നെ സമ്പൂർണ്ണമായും അനുഗ്രഹിച്ചു എന്നുള്ള അനുഭവമാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങ് ഇവിടെ കടന്ന് വന്നപ്പോൾ ഉണ്ടായിരുന്ന ഒരു സാഹചര്യമല്ലല്ലോ ഇപ്പോഴും. അപ്പോൾ ആ സമയത്ത് ഒരു സാഹചര്യം ഉണ്ടല്ലോ. ഇപ്പോൾ ഇത്രയും ബിൽഡിങ്ങുകളില്ല, ഇത്രയും സൗകര്യങ്ങളില്ല, വളരെ ലളിതമായ ജീവിതവും ചിലപ്പോൾ അന്നം പോലും സമയത്തിന് കഴിക്കലുണ്ടാകുന്ന രീതിയിലേക്കായില്ലായിരിക്കാം.
പക്ഷേ അതെങ്ങനെയാണ്? അന്ന് ഞങ്ങളെല്ലാവരും 10-18 വിദ്യാർത്ഥികളുണ്ട്. ആ വിദ്യാർത്ഥികളെല്ലാവരും കടന്നിരുന്ന ഒരൊറ്റ ഹാളിലാണ്. ബെഞ്ചുണ്ട്, ചിലർക്ക് തട്ടുപടിയുണ്ട്, ചിലർക്ക് തറയായിരിക്കും. അങ്ങനെയാണ് കടന്ന് പഠനം ആരംഭിച്ചത്. അതിനുശേഷം പിന്നെ ഒരു കെട്ടിടം പണിതപ്പോൾ ഒരു കെട്ടിടത്തിൽ ഒരു മുറിയിൽ 3 പേര് വെച്ച് താമസിച്ച് അങ്ങനെ വന്നു. ഭക്ഷണമൊക്കെ അന്ന് ശിവഗിരിയിൽ വളരെ വളരെ ബുദ്ധിമുട്ടുള്ള കാലമായിരുന്നു. റേഷനരി ആയിരുന്നു പ്രധാനമായിട്ടും, കഞ്ഞിയായിരുന്നു 2 നേരവും. പലഹാരങ്ങൾ അപൂർവമായിട്ട് ഏതെങ്കിലും സമയത്ത് വന്നേക്കാം. ഭക്ഷണം ചിലപ്പോൾ തികയാതെ വരും. വിദ്യാർത്ഥികൾ ഞങ്ങളാണ് വിളമ്പി കൊടുക്കുന്നത്. വിളമ്പി കൊടുത്ത് തീർന്നു കഴിയുമ്പോൾ പിന്നീട് ഭക്ഷണം ബാക്കിയുണ്ടാകില്ല. മുഖവും കഴുകി വെള്ളവും കുടിച്ച് തുണി മുറുകെ ഉടുത്ത് പോകും. അങ്ങനെ എത്രയോ അറിയിക്കില്ല ഇല്ല, എത്രയോ ദിവസങ്ങളങ്ങനെ ഉള്ള അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അതിൽ നിന്നെല്ലാം ശിവഗിരി വളർന്നു. ഇന്നിപ്പോൾ ധാരാളം കെട്ടിടങ്ങളായി, ഭക്ഷണത്തിന് ധാരാളം എല്ലാ സൗകര്യങ്ങളുമായി. മാത്രമല്ല 3 നേരവും ഭക്ഷണം ഇപ്പോൾ ശിവഗിരിയിൽ നിന്ന് വരുന്നവർക്കെല്ലാം കൊടുക്കുകയാണ്. ആ രൂപത്തിലേക്ക് ശിവഗിരിക്ക് മാറ്റമുണ്ടായി. ശിവഗിരിയുടെ സന്ദേശം കേരളത്തിൽ ഗ്രാമഗ്രാമാന്തരങ്ങളിലെത്തിച്ചു, ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലെത്തിച്ചു, ഇന്ത്യക്ക് വെളിയിൽ വിദേശ രാജ്യങ്ങളിലെത്തിച്ചു. ഈ കാര്യങ്ങളിൽ ഞാനൊരു മുഖ്യ പങ്ക് വഹിച്ചിട്ടുണ്ട്. അങ്ങ് ഇത് ആ തുടക്കത്തിൽ അങ്ങ് പറഞ്ഞു, നമ്മൾ കുറേ കാലം പുറത്തോട്ടേക്ക് ഈ സന്ദേശങ്ങൾ എത്തിക്കാനായിട്ട് എങ്ങനെയായിരുന്നു യാത്രകൾ? എങ്ങനെയായിരുന്നു? ഞാൻ പറഞ്ഞല്ലോ, ആദ്യകാലങ്ങളിലെ യാത്രയാണ്. ആദ്യമായി പരിചയമില്ലാത്ത സ്ഥലങ്ങളിൽ ഞാൻ പറഞ്ഞല്ലോ 1979 ഞാൻ പ്രഭാഷണവുമായി രംഗത്തേക്ക് ഇറങ്ങിയത്. അന്ന് ബസ്സിലും ട്രെയിനിലും ഒക്കെ ആയിട്ടാണ് യാത്ര. ചില സ്ഥലത്ത് ചെന്നിറങ്ങിയാൽ സംഘാടക സമിതിക്കാരുടെ കൂട്ടിക്കൊണ്ട് പോകാൻ വരും. അവർ ചിലപ്പോൾ ബൈക്കായിട്ടായിരിക്കും വരുന്നത്. ബൈക്കിൻ്റെ പുറകിൽ ഇരുന്ന് സഞ്ചരിക്കും. ചിലപ്പോൾ ട്രാൻസ്പോർട്ട് ബസ്സിലോ പ്രൈവറ്റ് വണ്ടിയിലോ ഇരിക്കാൻ സീറ്റ് കിട്ടാതെ കൈ പിടിച്ച് നിന്ന് ആകും പോകുന്നത്. ചിലപ്പോൾ നടക്കേണ്ടി വരും. ചില സ്ഥലത്ത് കിലോമീറ്റർ നടന്നായിരിക്കും പോകുന്നത്. അങ്ങനെ ഞാൻ ഗ്രാമാന്തരങ്ങളിൽ സഞ്ചരിച്ച് പ്രസംഗിച്ച് മുന്നോട്ട് പോയി. അപ്പോൾ അതിൽ ഒരു 10,500-ലേറെ പ്രസംഗങ്ങൾ ഇതുവരെ ഞാൻ നടത്തി കഴിഞ്ഞു. ഒരു വർഷം മുഴുവൻ പ്രസംഗിച്ചാൽ 350 പ്രസംഗമേ ആവുള്ളൂ. അതെ, 10 വർഷം മുടങ്ങാതെ പ്രസംഗിച്ചാൽ 3500 പ്രസംഗമാണ്. ഇതെങ്ങനെ ഇത്? അപ്പോൾ അങ്ങനെ ആവുമ്പോൾ ഒരു ദിവസം 2, 3, 4 പ്രസംഗങ്ങൾ, 12 പ്രസംഗങ്ങൾ ചെയ്ത ദിവസങ്ങൾ വരെ ഉണ്ട്. അങ്ങനെ ഞാൻ ഗ്രാമാന്തരങ്ങളിൽ പോയി പ്രസംഗിച്ചു. എൻ്റെ പ്രസംഗം ആളുകൾക്ക് വളരെ ഹിതകരമായും വളരെ ആനന്ദകരമായിട്ടും അനുഭവപ്പെട്ടു. ഒറ്റയൊരാൾ പോലും എഴുന്നേറ്റ് പോകില്ല. അന്ന് അങ്ങേക്ക് എത്ര വയസ്സ് പ്രായമുണ്ടായിരുന്നു?